ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ മാൻ ഇസ് കുപ്പിഡ് എന്ന് പറയുന്ന ഡ്രാമയുടെ അടുത്ത പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ സത്യം പറഞ്ഞുകൊണ്ടോ നമ്മുടെ റാങ്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുക കേട്ടോ. അവൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾ കയറി നമ്മുടെ സാങ്ങിനെ ഹഗ് ചെയ്തിട്ട് താങ്ക് യു ഒക്കെ കുറേ പറഞ്ഞിട്ട് അവൻ്റെ കവളത്തൊരു കിസ് കൊടുക്കുക കേട്ടോ. അവനും ആകെ മൊത്തത്തിൽ ഷോക്കാവുക. ആ സമയത്താണ് അവൾക്ക് ബോധം വരുന്നത്, ദൈവമേ ഇവളെന്താ ചെയ്തേന്നുള്ളത്. ഇവള് മാറി നിന്നിട്ട് പറയണം, അല്ല അത് ആരായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ. അവ സാങ് പറയാണ്, എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നിന്നെ സ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ള ആരോ ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ പറയാം, ശരി അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്, ഞാൻ എന്താ അത് ചിന്തിക്കാൻ എന്ന് പറയുന്ന സമയത്തും നമ്മുടെ റാങ്ക് വന്ന് സാങ്ങിൻ്റെ അടുത്ത് ശരി ഓക്കെ ഞാൻ ഈ വഴിക്ക് വന്നു, പക്ഷെ നിങ്ങൾ എന്തിനാ ഈ വഴിക്ക് വന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ സാങ്ങിന് പറയാൻ പറ്റത്തില്ല ഇവളെ ഫോളോ ചെയ്ത് വന്നതാണ്. അവിടെ സാങ് പറയണം, അല്ല എനിക്ക് നീ എന്തിനാ ഇവിടെ വന്നേ, അതിന് തന്നെ ഞാനും വന്നേന്ന്. അപ്പോൾ നമ്മുടെ റാങ്ക് ചോദിക്കണം, ഓ അപ്പോൾ നീ ബീഫിൻ്റെ ആ ഒരു സ്ട്രിപ്പ് കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനും പറയാതെ അതായിരുന്നു. അപ്പോൾ ചോദിക്കും, ഓ അപ്പം നമ്മൾ മെൻ ടു ബി ആണ്, നമ്മൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് എവിടെ ഒരാൾ എഴുതി വെച്ച പോലെ ഉണ്ട്. ഓക്കെ അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരേ വിധിയാണ്, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കടയിൽ പോകാനാണ് ചാൻസ്. എന്നാൽ നമുക്ക് നോക്കിയാലോ, നമ്മൾ രണ്ടുപേരും ഒരു ഷോപ്പിക്ക് തന്നെയാണ് പോകാൻ വന്നതെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും യാത്ര തുടങ്ങും കേട്ടോ. പോയി കഴിയുന്ന സമയത്ത് ഈ ബീഫിൻ്റെ ഇത് കൊടുക്കുന്ന രണ്ട് കടകളുണ്ട്, രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവള് ചോദിക്കുവാണ് ഇതിലേതാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, ഓക്കെ എന്നാൽ നിൻ്റെ പറയാൻ പറഞ്ഞ സമയത്ത് ഇവള് ഒരു കട പറയും കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ ഓപ്പോസിറ്റ് പറയും. അപ്പോൾ അവൾ പറയും, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, ഞാനും നീ പറഞ്ഞ കടയിൽ തന്നെ പോകാനാണ് നിന്നേന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയാല്ല, ഞാൻ ചുമ്മാ നിന്നെ പറ്റിക്കാൻ നോക്കിയതാ, ഞാൻ ഈ കടയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവൻ വന്നിട്ട് ആ കടയ്ക്കകത്ത് കയറും കേട്ടോ. ഇവൻ കയറി കഴിയുന്ന സമയത്ത് അവൾ കയറി വരും. അപ്പോൾ ഇവ ആകെ ഷോക്കോ, ദൈവമേ ഞാൻ കയറി വന്ന കടയ്ക്ക് തന്നെ ഇവളും കയറി വന്നല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ വരുന്നത് വേറെ ഒന്നിനുമല്ല, ഇവൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലയോ. അപ്പോൾ അതിന് താങ്ക്സ് പറയാനാണ് വരുന്നത്. അപ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് അവൾ പോയിട്ട് അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുക. ഫ്രണ്ട് അവിടെ ഓൾറെഡി ഫുഡ് കഴിക്കാനൊക്കെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയാണ്, കണ്ടില്ല അവനൊരു സ്ക്രാച്ച് പോലും അവൻ്റെ മേലെ വീണില്ല, അവൻ തന്നെയായിരിക്കും എനിക്കുള്ള ചെറുക്കൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ മല കയറുന്നതിനും ഇപ്പോഴെങ്കിലും ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ റാങ്ക് പറയുന്ന സമയത്ത് ആ ഫ്രണ്ട് പെണ്ണ് പറയുകയാണ്, പക്ഷേ ആ ഒരു ആൾ പറഞ്ഞു വെച്ച് നോക്കി, നീ 1000 പ്രാവശ്യം കയറി കഴിയുമ്പോഴല്ലേ നിനക്കുള്ള ആളെ കാണുന്നത്. പക്ഷെ നീ ഇപ്പോൾ ആകെ 994 തവണയേ കയറിയിട്ടുള്ളൂ, ഇനി 6 തവണയും കൂടി നീ കയറാനുണ്ട്. അപ്പോൾ അവൻ ആ ഒരു വഴിയില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ റാങ്കിന് ഇച്ചിരി സങ്കടമാവുന്ന പറയും, ഇല്ല ചിലപ്പോൾ അവൻ തന്നെ ആയിരിക്കും, ഇങ്ങനെ അവന് മാത്രമാണ് ഇങ്ങനെ സ്ക്രാച്ചൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റിക്കുന്നത്, അതുകൊണ്ട് അവൻ തന്നെ ആവാനാണ് ചാൻസ്, ബാക്കി ഒരു ചെറുക്കന്മാർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പറയുന്ന സമയത്ത് കൂട്ടുകാർ പറയുകയാണ്, നീ എന്തുമായാലും അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ആ മലയുടെ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞേക്ക് നിനക്ക് എങ്ങനത്തെ ആളെ വേണ്ടതെന്ന്, അല്ലെങ്കിൽ ആൾ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്ത നിൻ്റെ ടേസ്റ്റിന് ഒക്കാത്ത ഒരാളെ തരുന്നെങ്കിൽ ലാസ്റ്റ് നീ പെട്ടുപോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സമയത്തും റാങ്ക് പറയും, ശരിയാ ഞാൻ അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ കാണിക്കും കേട്ടോ. അപ്പം മൂന്നാമത്തെ ആ ഒരു സാക്ഷി ഇവർക്ക് കിട്ടിയിട്ടില്ല. നോക്കുന്ന സമയത്തും മൂന്നാമത്തെ സാക്ഷിയുടെ കൊടയിൽ വന്ന് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ജയ് വന്ന് ബാക്കിയുള്ള പോലീസുകാരുടെ അടുത്ത് പറയുവാണ് കേട്ടോ. ഈ ഒരു സെയിം ടൈമിലാണ് നമ്മുടെ സാങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് അവൻ കണ്ണാടി നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവന് മേലൊന്നും വേറെ അടിയൊന്നും പറ്റിയിട്ടില്ല, ഒന്നും ഇല്ലെങ്കിൽ അവൻ്റെ നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട് കേട്ടോ. അപ്പോൾ അവ അത് കണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ സമയത്ത് അവൻ്റെ കവളത്ത് ഉമ്മയൊക്കെ കൊടുത്തില്ലേ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവന് നല്ലപോലെ ഓർമ്മ വന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ റൈങ്ങാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അവൻ തന്നെ എൻ്റെ ആള് എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് റയങ് അങ്ങ് കുതിച്ച് ചാടുവാണ്. ഇനിയാണെങ്കിൽ പിറ്റേന്ന് തന്നെ അവൾ ആ ഒരു മലയൊക്കെ കയറാൻ പോയിട്ടോ. എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ എൻ്റെ ഐഡിയൽ ടൈപ്പിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാങ്ങിൻ്റെ ഫുൾ നെയിമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് ദൈവമേ ഇനി ദൈവത്തിന് ഇനി കൺഫ്യൂഷൻ ആയാലോ, ഫോട്ടോ കാണിക്കലോ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇവളുടെ ഒരു ഫോട്ടോ ഇല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തുമല്ല അവൻ്റെ ഫോട്ടോയും കൊണ്ട് വന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പറയണമെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ റാങ്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഇനിയാണെങ്കിൽ അവൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ ബാറുണ്ടല്ലോ കത്തിക്കരിഞ്ഞു പോയി എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുവാണ്, ഇങ്ങനെ വന്നിട്ട് ആ ബാർ ഓണർ അറിയാതെ ആ ഒരു സ്റ്റവ് ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അതുകൊണ്ട് തന്നെ ഫുള്ള് കത്തി അതിൽ ആൾ മരിച്ചു പോയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് റൈങ്ങിന് ചെറുതായിട്ടൊക്കെ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അതേസമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അമ്പർല വാങ്ങിച്ചൊരു ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അവർ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഓരോരുത്തരെയും മീറ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. ഇനിയാണെങ്കിൽ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ വന്ന് റാങ്ക് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് വിളിച്ചിട്ട് പറയണം, ഇനി തൊട്ട് വരുന്ന എല്ലാവരുടെയും ഫോട്ടോ വന്ന് കളക്ട് ചെയ്ത് വെക്കണം, വേറെ ഒന്നിനുമല്ല ഇങ്ങനെ വന്നിട്ട് ഗാർഡിയൻസ് ആരൊക്കെയാണെന്നുള്ളത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സമയത്ത്
ആ ഒരു കാര്യത്തിന് റിസപ്ഷനിസ്റ്റ് ഓക്കെ പറയണം, വാങ്ങിച്ചു വയ്ക്കാമെന്ന് പറയുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ റൈൻ നേരെ സാങ്ങിനെ വിളിച്ചിട്ട് പറയുവാണ്, നിങ്ങൾ എന്തുവായാലും ചെക്കപ്പിന് വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡോഗിൻ്റെ രൂപത്തിലൊക്കെ ഉപ്പിടുന്നില്ല, അപ്പോൾ ഡോഗിൻ്റെ രൂപമില്ല, ആൾക്ക് വന്ന ഓവർ വെയിറ്റ് ആണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. വരെന്ന് പറയുന്ന സമയത്ത് സാങ് പറയുവാണ്, ഓ നിൻ്റെ സ്വഭാവം ഇപ്പോഴും എനിക്ക് മനസ്സിലായത്, ഞാൻ ഇന്നലെ ഒരു വട്ടമല്ലേ നിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നേ, അപ്പോഴേക്കും അടുത്ത ചെക്കപ്പിന് വേണ്ടി നീ എന്നെ വിളിച്ച് പറഞ്ഞല്ലേ, എന്തായാലും കൊള്ളാം, ഇതിനെപ്പറ്റി ഞാൻ എന്തായാലും ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തോളാം എന്നും പറഞ്ഞിട്ട് അവൻ കോള് കെട്ടി. അപ്പോഴാണ് നമ്മൾ റൈങ്ങിന് ഒരു ബോധം വരുന്നത്, ശേ ഇവൻ ഇനിയിപ്പോൾ എന്നെ പറ്റി എന്തോ വിചാരിച്ച് കാണും, ഞാൻ എൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവനെ വിളിച്ചു വരുത്തുവാന്നല്ലേ അവൻ വിചാരിക്കുക, ഞാൻ എന്ത് പണിയാണ് കാണിച്ചതെന്നും റയൻ ആലോചിക്കുവാണ്. ഈ ഒരു സെയിം ടൈമിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ജെയിനെയും കോൾ ചെയ്യും. കാരണം ഇവളിങ്ങനെ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ. ജെയിനെ വിളിച്ചിട്ട് പറയണം, ഇങ്ങനെ ആ ഒരു ഡോഗില്ലേ ഇവൻ ദത്തെടുക്കാന്ന് പറഞ്ഞു, ആ ഡോഗിൻ്റെ പേര് അലക്സാൻഡ്ര എന്നാണ് കേട്ടോ. അപ്പോൾ ആളുടെ ഗാർഡിയൻ അല്ലയോ, അപ്പോൾ വന്നിട്ട് ഡോഗിൻ്റെ ആ ഒരു കാര്യങ്ങളും ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് വരണം എന്ന് പറയുന്ന സമയത്ത് അവനും വരാമെന്ന് പറയുവാണ്. ഇനിയാണെങ്കിൽ അവളുടെ അടുത്ത് ഞാൻ ആലോചിക്കാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി സാങ്ങാണെങ്കിൽ നമ്മുടെ ഡോഗിൻ്റെ രൂപത്തിൽ കുപ്പിടുന്നുണ്ടല്ലോ, ആളെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാനേ തുടങ്ങുക. ആ സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ കാണുന്നുണ്ട്. കൊച്ചു കുഞ്ഞെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു കൊച്ചുകുട്ടി. അവൻ സ്കൂളിൽ പോകാതെ തന്നിരുന്ന് ബുക്സൊക്കെ റീഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനും കാണുമ്പോൾ പറയണം, ഓ എന്ത് പറ്റി ഈ ഡോഗിന് കുറച്ച് വെയിറ്റ് കൂടിയെന്ന് തോന്നുന്നല്ലോ എന്ന് സാങ്ങും ആലോചിക്കും. ഓക്കെ അവളും പറഞ്ഞത് തന്നെ ഈ ചെറുക്കനും പറയുന്നത് അങ്ങനെ. അപ്പോൾ സീരിയസ് ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞെന്നുള്ളിരിക്കും അവൻ അവിടെ നിന്ന് പോവാട്ടോ. ഇനിയാണെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുന്ന സമയത്ത് ജയ് അവിടെ ഉണ്ട്. ജയ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സാങ്ങിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഞാൻ നിന്നെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാങ് പറയണം, ഇല്ലില്ല എങ്ങനെയാ എന്നെ കാണാനൊന്നും ഒരു വഴിയില്ല. അപ്പോൾ ജയ് പറയണില്ല, നീ വന്ന് സത്യം പറ, നീ വല്ല മേർഡററോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സാങ് ഇങ്ങനെ ഒരുമാതിരി ചോദിക്കണം, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ജയ് പറയണതല്ല, ഞാൻ മേർഡർ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്, നിന്നെ ഇത്രയും കണ്ടുപരിച്ചുള്ളതുകൊണ്ട് നിന്നെ അതിൽ ആരെങ്കിലും ഒരാളാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാന്ന് പറയുന്ന സമയത്ത് സാങ് വല്ലാതാവും കേട്ടോ. ആ സമയത്ത് റിസപ്ഷനിസ്റ്റ് വന്നിട്ട് പറയുവാണ് ജയിലിൻ്റെ അടുത്ത് അകത്ത് കയറി പോകാൻ. ആ സമയത്ത് സാങ് നല്ല കലിപ്പാവുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ നമ്പറും കൊണ്ടായിരിക്കുന്നത്, ഇവനെന്താ നമ്പറൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് ജയിൻ്റെ അടുത്ത് വഴക്കുണ്ടാകുന്ന സമയത്ത് ജയ് പറയണം, ഞാൻ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ സാങ് ചോദിക്കണം, ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ, നിങ്ങളെന്താ പറയുക, ഞങ്ങളെന്താ പൊട്ടന്മാരാ, എല്ലാവരും നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്യുന്നവർ പൊട്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ റിസപ്ഷനിസ്റ്റ് പറയുകയാണ്, ഇങ്ങനെ വന്നിട്ട് മേജർ സർജറി കഴിഞ്ഞ് കിടക്കുവാണ് നമ്മുടെ ജയിൻ്റെ ഡോഗ്, അതുകൊണ്ട് തന്നെ അവന് വന്ന് അപ്പോയിൻമെൻറ്റ് എടുത്ത് വരാം, ബാക്കി ആർക്കും തന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ജയ് ആണെങ്കിൽ അകത്ത് കയറിപ്പോയിട്ടും നമ്മുടെ റാങ്കിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്ത് ഇവർ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ ഡോഗ്സ് ഉണ്ടല്ലോ, അവിടെ കുറേ ഡോഗ്സ് ഉണ്ടല്ലോ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം വന്ന് ഈ ഡോഗിൻ്റെ രൂപത്തിലുള്ള കുപ്പിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഡോഗിൻ്റെ രൂപത്തിലുള്ള കുപ്പിട് അതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാങ്ങിൻ്റെ അടുത്തുകളാണ്, ഇവിടെയുള്ള എല്ലാ ഡോഗ്സും പറയുന്ന കാര്യം ഇവർ അടുത്ത് തന്നെ ഡേറ്റിങ്ങിന് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഈ ജെയും റൈയും കൂടിയിട്ടും. അതാണ് ഈ ഡോഗ്സ് എല്ലാം എൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറയുക കേട്ടോ. അപ്പോൾ സാങ്ങും അത് തുറച്ചുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനിയാണെങ്കിൽ ജെയുടെ ടേൺ കഴിയുമ്പോൾ അടുത്ത ആ ഒരു നമ്പർ എന്ന് പറയുന്നത് സാങ്ങിൻ്റെ നമ്പറാണ് കേട്ടോ. അങ്ങനെ ജെയുടെ ടേൺ കഴിഞ്ഞിട്ട് സാങ്ങിൻ്റെ ടേൺ വരും. അപ്പോൾ സാങ് അകത്ത് കയറുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പറയണം, മീറ്റ് ഇച്ചിരി കുറച്ചാൽ മതി, അപ്പോൾ ഓവർ വെയിറ്റ് ഒക്കെ ഓക്കെയോ അല്ലെങ്കിൽ വലിയ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ്റെ നെറ്റിയിൽ മുറിവ് വന്നിട്ട് നമ്മുടെ റൈം കാണുന്നത്. അവൾ അപ്പോഴും ഒന്നും നോക്കാതെ അവന് മരുന്നെല്ലാം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. പക്ഷെ അവൾ ഇത്രയും ക്ലോസപ്പിൽ വന്ന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തും അവൻ എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്നിട്ട് കൊടുത്തതിന് ശേഷം ഇവളും ഒക്കെ ഇച്ചിരി ടെൻഷനൊക്കെ അവൾക്ക് ഉണ്ടെങ്കിലും അവളത് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ സാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, നീ ഇന്ന് എൻ്റെ കൂടെ ഡിന്നറിന് വരാമോ എന്ന് ചോദിക്കുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുന്നത്. ഇനി നമ്മുടെ സാങ്ങുള്ള കൂടെ ഡിന്നറിന് പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. എന്നാൽ അടുത്തൊരു പാർട്ടായിട്ട് വരുന്നവരായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.